നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ തന്നെ അമ്മ ഇവിടെ വന്നൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും ആന്റി ആരോടൊന്നും പറയാറില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് എനിക്ക് ചിലത് തീരുമാനിക്കാനുണ്ട്. ഇതാണ് സൂര്യയുടെ കുഴപ്പം. ആ വിഷയം അവിടെ കഴിഞ്ഞില്ലേ സൂര്യ? ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. വഴക്കുണ്ടാക്കാനല്ല ഭാവന. പറയേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആ അജയന്റെയും ഭാര്യയുടെ മുമ്പില് വീണ്ടും തന്നെ ഞാൻ കൊണ്ടുകൊടുക്കണമെന്ന് എനിക്ക് ചോദിക്കണം. വേണ്ട സൂര്യ, ഞാൻ അതിന് അവരുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് വേണ്ടേ? സത്യം പറഞ്ഞ അവരുടെ നിഴല് പോലും കാണുന്നത് എനിക്കിപ്പോ വെറുപ്പാ. പിന്നല്ലേ അവരുള്ളിടത്ത് പോയി നിൽക്കുന്നത്. മാനസ് അവിടെ ഉള്ളിടത്തോളം കാലം അവളെ ഒഴിവാക്കാനൊന്നും പറ്റില്ല സൂര്യ. അതിന് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവും. അതുകൊണ്ട് സൂര്യ അവരോട് ഗുണത്തിനോ ദോഷത്തിനോ ഒന്നും പോവാതിരുന്നാൽ മതി. മാനസയുടെ ഡെലിവറി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആ വീട് മാനസയ്ക്ക് കൊടുക്കണമെന്നല്ലേ ആന്റി നമ്മൾ സമ്മതിച്ചിട്ടുള്ളത്? അത് അതുപോലെ തന്നെ അങ്ങ് ചെയ്യാം. അപ്പൊ പിന്നെ അവൾക്ക് അവളുടെ അച്ഛനമ്മമാരോടൊപ്പം അവിടെ കഴിയാലോ. നമ്മളങ്ങോട്ട് പോവാതിരുന്ന പോരെ? അതും ശരിയാണ് ഭാവന. അതോടെ ആ തലവേദന മാറി കിട്ടുമല്ലോ. സൂര്യ സമാധാനപ്പെടും. ആദ്യം മാനസയുടെ ഡെലിവറി ഒന്ന് കഴിയട്ടെ. നമുക്ക് ആ കുഞ്ഞിനെ എന്റെ അമ്മയെ ഏൽപ്പിക്കാം. അമ്മ പൊന്നുപോലെ നോക്കിക്കോളും. ഒപ്പം നമ്മളും കാണുമല്ലോ. അത് മതി ഭാവന. ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാം നടന്നാ മതിയായിരുന്നു. നടക്കും സൂര്യ, ധൈര്യമായിട്ടിരിക്കുക. അവൾ അങ്ങനെ പോകുമെങ്കിൽ എനിക്കൊന്ന് കാണണം. ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അമ്മ വന്ന് എല്ലാവരുടെയും നല്ല മൂഡ് നശിപ്പിച്ചല്ലേ? ഞങ്ങൾ ആ കാര്യം തന്നെ സൂര്യ സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ ചെയ്തു കേട്ടാ? എന്നെ കൊണ്ട് പറയാവുന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ കാരണോ മോനെ? ഞാൻ ആശുപത്രി വെച്ച് സംസാരിച്ചതിന്റെ ദേഷ്യ ജയിക്ക്. അതിനാണ്ടി വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഭാവനയെ അവിടേക്ക് വിടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് തന്നെയാ ജയെ ചൊടിപ്പിച്ചതും. പക്ഷെ ഞാൻ അത് എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ളത് ജയ ആലോചിക്കുന്നില്ല. എന്റെ അമ്മ ആന്റിക്ക് അറിയാലോ ഞങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ അമ്മ കാണിച്ചു കൂട്ടിയത്. അതൊക്കെ ആലോചിക്കുമ്പോ ഈ കാണിച്ചൊന്നും അല്ല ആന്റി. അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളിക്കളയാൻ പറ്റത്തില്ല സൂര്യ. അന്നത്തെ സാഹചര്യം പോലല്ലോ ഇന്ന് മാനസികമായിട്ട് ഒരു ബാധ്യതയായിട്ട് ഇരിപ്പുണ്ട്. പോരാതിന് അവളുടെ അച്ഛനും അമ്മയും വീണ്ടും അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഞാനോ ഭാവനയോ തെറ്റുകാരല്ലല്ലോ സേതുവേട്ടാ. എല്ലാ അമ്മയും മാനസയും കൂടി സ്വയം തീരുമാനിച്ച് ചെയ്തതല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇതൊരു വലിയ വിഷയമായിട്ട് മാറാതെ നോക്കണം. അജയനും പ്രസീതയും രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നത്. മാനസയെ സുരക്ഷിതയാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാനും മടിക്കത്തുമില്ല. അത് പിന്നെ എനിക്കറിയില്ല ആന്റി. അതുകൊണ്ടല്ലേ ഭാവനയോട് തൽക്കാലം അങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളും ഈ വിഷയം തന്നെയമ്മേ സംസാരിച്ചത്. ആദ്യം മാനസയുടെ ഡെലിവറി ഒന്ന് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കാലോ.